ഡിയർ സ്റ്റുഡൻസ്, ഞാൻ രമ്യ രതീഷ്. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷനാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് എക്സാമിന് ചോദിക്കുക എന്നും അതെങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നും ഏത് രീതിയിലാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നും നമുക്ക് നോക്കാം. വൺ വേഡ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേഡ് എന്ന് നോക്കാം. First question, the word entrepreneur is derived from the French word entreprendre, which means dash. എന്താണ്? To undertake. ഏറ്റെടുക്കുക എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് വേർഡായ ഓൺട്രപ്രണ്ടർ എന്ന പദത്തിൽ നിന്നാണ് ഓൺട്രപ്രണർ എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൺട്രപ്രണർ പ്ലസ് എൻ്റർപ്രൈസ് ഈക്വൽ ടു ഡാഷ്. എന്താണ്? ഓൺട്രപ്രണർഷിപ്പാണ്. ഓൺട്രപ്രണർ എന്ന് വെച്ചാൽ സംരംഭകൻ, എൻ്റർപ്രൈസ് എന്ന് വെച്ചാൽ സംരംഭം, ആ ബിസിനസ് സ്ഥാപനമാണ്. എന്താണ്? ഈക്വൽ ടു ഓൺട്രപ്രണർഷിപ്പ്. സംരംഭകൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പറയുന്ന പേരാണ് ഓൺട്രപ്രണർഷിപ്പ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ഡാഷ് റെഫേഴ്സ് ടു ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ലോസ് ദാറ്റ് മേ ഒക്കർ ഡ്യൂ ടു അൺഫോർസീൻ കണ്ടിജൻസീസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിലെ അനിശ്ചിതത്വം മൂലം നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനെ എന്തെന്ന് പറയുന്നു? റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നു. റിസ്ക് ടേക്കിംഗ് റെഫേഴ്സ് ടു ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ലോസ് ദാറ്റ് മേ ഒക്കർ ഡ്യൂ ടു അൺഫോർസീൻ കണ്ടിജൻസീസ് ഇൻ ഫ്യൂച്ചർ. നാലാമത്തെ ക്വസ്റ്റ്യനാണ്, ഫെയിലിയർ ആൻഡ് മിസ്റ്റേക്ക് ആർ ലേണിംഗ് സ്റ്റോൺ ടു മൈ സക്സസ് ഈസ് ദ മൈൻഡ് സെറ്റ് ഓഫ് ഡാഷ്. പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ വിജയത്തിന് കാരണം. ഇത് ആരുടെ മനോഗതിയാണ്? ഓൺട്രപ്രണറുടെ ആണോ എംപ്ലോയിയുടെ ആണോ? ഓൺട്രപ്രണറിൻ്റെ മനോഗതിയാണ്. പരാജയത്തെ ഉണരാനുള്ള ചവിട്ടുപടിയായിട്ട് കാണുന്നത് ഓൺട്രപ്രണറാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ പേഴ്സൺ വൺ ഹൂ ഓൾവേസ് സെർച്ച് ഫോർ ചേഞ്ച്, റെസ്പോണ്ട് ടു ഇറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. ആരാണ്? ഓൺട്രപ്രണറാണ്. ഓൺട്രപ്രണറിൻ്റെ മീനിങ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ വൺ ഹൂ ഓൾവേസ് സെർച്ച് ഫോർ ചേഞ്ച്, റെസ്പോണ്ട് ടു ഇറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഈ ക്വസ്റ്റ്യനൊക്കെയാണ് സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാറ്. കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. 2 മാർക്കിന് സാധാരണയായി ചോദിച്ചു വരാറുള്ള ക്വസ്റ്റ്യനാണ്. റൈറ്റ് എനി ടു റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൺട്രപ്രണർ ടുവേഡ്സ് കൺസ്യൂമർ. എന്താണ്? സംരംഭകന് ഉപഭോക്താവിനോടുള്ള ഏതെങ്കിലും 2 ഉത്തരവാദിത്തങ്ങൾ എഴുതുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 പോയിൻ്റ് മാത്രം എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പോയിൻ്റ് മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിത് പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, പ്രൊവൈഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. എന്താണ്? ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് ഫെയർ ആയിട്ടുള്ള ന്യായമായ പ്രൈസിൽ ലഭ്യമാക്കുക. രണ്ടാമത്തേതാണ് റൈറ്റ് ആൻഡ് ട്രൂ അഡ്വർടൈസിങ്. പരസ്യം കൃത്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. മൂന്നാമത്തേത് ടു അവോയ്ഡ് അഡൾട്രേഷൻ ആൻഡ് ഹാംഫുൾ മെറ്റീരിയൽ. ഹാനികരമായിട്ടുള്ള മെറ്റീരിയലൊന്നും ഉപയോഗിക്കാൻ പാടില്ല, മായം ചേർക്കുന്നത് ഒഴിവാക്കണം. നാലാമത്തെ പോയിൻ്റ്, പ്രൊവൈഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. വിൽപ്പനാനന്തര സേവനം ലഭ്യമാക്കണം. അടുത്തതാണ് റെസ്പോണ്ട് കസ്റ്റമർ കംപ്ലൈൻറ്റ്. കസ്റ്റമർ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കണം, നല്ല രീതിയിൽ പ്രതികരിക്കണം. അടുത്തതാണ് അവോയ്ഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഫെയർ അല്ലാത്ത, ന്യായമല്ലാത്ത കച്ചവട രീതികളൊന്നും അവലംബിക്കാൻ പാടില്ല. അടുത്തതാണ് പ്രൊഡ്യൂസ് പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റ്. ഉപഭോക്താവിൻ്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് പ്രോഡക്റ്റ് നിർമ്മിക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കൺസ്യൂമറിനോട്
ഓൺട്രപ്രണർക്കുള്ളത്. ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി ഫോർ എംപ്ലോയീസും ചോദിക്കാറുണ്ട്, 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ. അപ്പോൾ ഓൺട്രപ്രണറിന് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് തൊഴിലാളികളോടുള്ളത് എന്ന് നോക്കാം. ഫെയർ ആൻഡ് റീസണബിൾ റെമ്യൂണറേഷൻ, ന്യായമായിട്ടുള്ള പ്രതിഫലം നൽകിയിരിക്കണം. ഓഫറിംഗ് ജോബ് സെക്യൂരിറ്റി ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി, സ്ഥാനക്കയറ്റത്തിനും അതുപോലെ തന്നെ ജോലി സ്ഥിരതയ്ക്കും അവകാശമുണ്ടായിരിക്കണം. അടുത്തതാണ് പ്രൊവിഷൻ ഫോർ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പരിശീലനവും ഈ ഒരു മേഖലയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ദി പ്രൊവിഷൻ ഓഫ് ലേബർ വെൽഫെയർ ഫെസിലിറ്റീസ്, അവരുടെ വെൽഫെയറിന് വേണ്ടി, ലേബേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി ഉള്ള ആക്ടിവിറ്റീസൊക്കെ സംഘടിപ്പിക്കണം. പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, അവരുടെ ജോലി സ്ഥലം ഏറ്റവും നല്ല രീതിയിൽ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ്, അവരുമായിട്ട് നല്ല രീതിയിലുള്ള സൗഹൃദങ്ങൾ വച്ചു പുലർത്തുക. ഇതൊക്കെയാണ് തൊഴിലാളികളോട് ഒരു ഓൺട്രപ്രണറിനുള്ള റെസ്പോൺസിബിലിറ്റി. ഒരിക്കൽ കൂടി നോക്കാം. ഫെയർ ആൻഡ് റീസണബിൾ റെമ്യൂണറേഷൻ, ഓഫറിംഗ് ജോബ് സെക്യൂരിറ്റി ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി, പ്രൊവിഷൻ ഫോർ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, ദി പ്രൊവിഷൻ ഓഫ് ലേബർ വെൽഫെയർ ഫെസിലിറ്റീസ്, പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൺട്രപ്രണർ ടുവേഡ്സ് കമ്മ്യൂണിറ്റി, സമൂഹത്തോട് ഒരു ഓൺട്രപ്രണർക്കുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. രണ്ടാമത്തത്, പ്രിവെൻറ്റ് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ, മലിനീകരണം തടയണം. മൂന്നാമത്തത്, പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കണം. നാലാമത്തത്, പാർട്ടിസിപ്പേറ്റിംഗ് സോഷ്യൽ ആക്ടിവിറ്റീസ്, സമൂഹ നന്മയ്ക്കുതകുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവണം. ഹെൽപ്പ് ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിലകപ്പെട്ടവരെ സഹായിക്കണം. അടുത്തത്, എൻഷുർ റെഗുലർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധന സേവനങ്ങളുടെ വിതരണം ഉറപ്പുവരുത്തണം. ഇവയൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് കമ്മ്യൂണിറ്റി. ഒന്നുകൂടി നോക്കാം. പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പ്രൊവൈഡ് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ, പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്, പാർട്ടിസിപ്പേറ്റിംഗ് സോഷ്യൽ ആക്ടിവിറ്റീസ്, ഹെൽപ്പ് ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസ്, എൻഷുർ റെഗുലർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി ശ്രദ്ധിക്കുക, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൺട്രപ്രണർ എന്ന് ചോദിച്ചാൽ റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് കമ്മ്യൂണിറ്റി എഴുതണം, റെസ്പോൺസിബിലിറ്റി ഫോർ എംപ്ലോയീസ് എഴുതണം, റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് കൺസ്യൂമേഴ്സും എഴുതണം. എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ആൻസർ ചെയ്യണം. 6 മാർക്കിന് ചോദിച്ചാൽ ഇത് 3ഉം ഉൾക്കൊള്ളിച്ച് എഴുതണം. അല്ല, റൈറ്റ് എനി ടു റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൺട്രപ്രണർ ടുവേഡ്സ് കൺസ്യൂമർ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ 2 പോയിൻ്റ് മാത്രം എഴുതിയാൽ മതി. എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് ആ രീതിയിൽ വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. സാധാരണയായി 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓൺട്രപ്രണർ, അഥവാ ഓൺട്രപ്രണേറിയൽ ട്രേറ്റ്സ് എന്നും ക്വസ്റ്റ്യൻ വരാം. രണ്ടും ഒരു ഉത്തരമാണ് എഴുതേണ്ടത്. എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു ഓൺട്രപ്രണറിന് അഥവാ സംരംഭകന് ഉള്ളത്? ഇനി 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് പറയാം. ആദ്യമായിട്ട് ആൻസറിനൊരു ഹെഡിങ് ഉണ്ടാവണം. ക്വാളിറ്റീസ് ഓഫ് ആൻ ഓൺട്രപ്രണർ എന്നോ ഓൺട്രപ്രണേറിയൽ ട്രേറ്റ്സ് എന്നോ ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ചെറുതായൊന്ന് ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കുക. ആരാണ് ഓൺട്രപ്രണർ? ഓൺട്രപ്രണറിൻ്റെ ഡെഫിനിഷനോ മീനിങ്ങോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എഴുതുക, ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ വൺ ഹൂ ഓൾവേസ് സെർച്ച് ഫോർ ചേഞ്ച്, റെസ്പോണ്ട് ടു ഇറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. മാറ്റങ്ങൾക്ക് വേണ്ടി സദാ തിരയുകയും അതിനെതിരെ പ്രതികരിക്കുകയും അതിനെ ഒരു അവസരമാക്കി മാറ്റുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം
ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒരു 8 ക്വാളിറ്റീസ് എങ്കിലും ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കണം. ഓരോ പോയിന്റിനും ഓരോ മാർക്ക് വീതം കിട്ടുന്നതാണ്. അതുകൊണ്ട് 8 പോയിന്റ് എങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യമാണ്? ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, റിസ്ക് ടേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ഒപ്റ്റിമിസ്റ്റിക്, ഫോർസൈറ്റ്, മാനേജീരിയൽ എബിലിറ്റി, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് അതർ ക്വാളിറ്റീസ്. ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഓരോ ഹെഡിങ്ങും എഴുതി, ഓരോ ക്വാളിറ്റീസും ഓരോ ഹെഡിങ് ആയിട്ട് എഴുതി അണ്ടർലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. എങ്ങനെ വേണം ആൻസർ എഴുതാനായിട്ട്. അതിനുശേഷം ഒരു കൺക്ലൂഡിങ് വേർഡ് എന്തെങ്കിലും, വാചകം എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അഥവാ എസ്സേ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതേ രീതിയിലായിരിക്കണം. ഇനി എസ്സേ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാം. നമുക്ക് മീനിങ്, ഓൺട്രപ്രണർ എന്താണ് എന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റീസൊക്കെ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റീസ് എന്ത് ചെയ്യണം? 8 പോയിൻ്റ് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി അത് ആവർത്തിച്ച് പഠിക്കണം. ആവർത്തിച്ച് പഠിക്കുന്നത് വഴിയാണ് നിങ്ങളുടെ മെമ്മറിയിൽ ആ പോയിൻറ്റ്സ് എല്ലാം ഓർത്തിരിക്കുക. അത് പഠിക്കുന്നത് ഓർഡറിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ നന്നായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ കാണാതെ പഠിക്കുകയല്ല, ഓർഡറിൽ അത് പലതവണ ഉരുവിട്ട് പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല. അതുമാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഈ പോയിൻറ്റ്സൊക്കെ ഓർത്തെടുത്ത് നമ്മുടെ ചിന്തയിൽ നിന്ന് എഴുതാവുന്ന പോയിൻറ്റ്സൊക്കെ ഉള്ളൂ. എങ്കിൽ കൂടിയും ഈ പോയിൻ്റ് ഒന്ന് ഓർത്തിരുന്നില്ല എങ്കിൽ എക്സാമിന് ടൈമിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. സമയം കൃത്യമായിട്ട് എഴുതാൻ പറ്റത്തില്ല. നല്ല സെൻറ്റൻസ് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പോയിൻ്റ് കാണാതെ പഠിക്കണം എന്ന് പറയുന്നത്. ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കണം. നമുക്കൊന്ന് നോക്കാം. ആദ്യം 3 പോയിൻ്റ് ഒന്ന് പഠിക്കുക. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത് പഠിച്ചതിന് ശേഷം അത് തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി 3 പോയിൻ്റ് നമ്മൾ പഠിച്ചു. ഇനി 2 പോയിൻ്റ് കൂടെയും പഠിക്കുക. റിസ്ക് ടേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ്. എന്താണ് റിസ്ക് ടേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ്? അപ്പോൾ 5 പോയിൻ്റായി. ഈ 5 പോയിൻ്റ് പറഞ്ഞു നോക്കുക. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, റിസ്ക് ടേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ്. പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നിങ്ങൾ വിരലിൽ എണ്ണിക്കോണം. നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, റിസ്ക് ടേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ്. അടുത്ത 2 പോയിൻ്റ് കൂടി നോക്കുക. ഒപ്റ്റിമിസ്റ്റിക്, ഫോർസൈറ്റ്. പോയിൻ്റ് ഏതാണ്? ഒപ്റ്റിമിസ്റ്റിക്, ഫോർസൈറ്റ്. 2 പോയിൻറ്റും കൂടിയായി. ഇനി 7 പോയിൻ്റ് പറഞ്ഞു നോക്കുക. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, റിസ്ക് ടേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ഒപ്റ്റിമിസ്റ്റിക്, ഫോർസൈറ്റ്. കാണാതെ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഓർഡർ തെറ്റാതെ തന്നെ പറഞ്ഞു നോക്കുക. ഏതെങ്കിലും കിട്ടിയില്ല എങ്കിൽ ഇത്രാമത്തെ പോയിൻ്റ് കിട്ടിയില്ല എന്ന് ഓർത്തിരിക്കുക. ഉദാഹരണത്തിന് 3ാമത്തെ പോയിൻ്റ് കിട്ടിയില്ല എങ്കിൽ 3ാമത്തെ പോയിൻ്റ് കിട്ടിയില്ല, ബാക്കി കിട്ടുന്ന പോയിൻറ്റ്സൊക്കെ പറഞ്ഞു നോക്കുക. അതിനുശേഷം ബുക്ക് എടുത്ത് നോക്കുക 3ാമത്തെ പോയിൻ്റ് ഏതാണെന്ന്. പിന്നെ ഒരിക്കലും ആ 3ാമത്തെ പോയിൻ്റ് നിങ്ങൾ മറന്നു പോകത്തില്ല. അതേ രീതിയിൽ പഠിക്കണം. ഇനി ബാക്കി പോയിൻറ്റ്സ് പഠിക്കാം. മാനേജീരിയൽ എബിലിറ്റി, പ്രോബ്ലം സോൾവിംഗ്, അതർ ക്വാളിറ്റീസ്. ഏതാണ്? മാനേജീരിയൽ എബിലിറ്റി, പ്രോബ്ലം സോൾവിംഗ്, അതർ ക്വാളിറ്റീസ്. ഇനി 8 പോയിൻ്റ് പിന്നീട് ഒന്നുകൂടി പറയുക. 8 അല്ല, നമ്മൾ 10 പോയിൻ്റ് പഠിച്ച് 10 പോയിൻ്റ് പഠിക്കുന്ന ഏതെങ്കിലും ഇനി ഒരു പോയിൻ്റ് നമ്മൾ മറന്നു പോയാൽ എസ്സേക്ക് മാർക്ക് കുറയാൻ പാടില്ല. അതുകൊണ്ടാണ് 10 പോയിൻ്റ് പഠിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കുക. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, റിസ്ക് ടേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ഒപ്റ്റിമിസ്റ്റിക്, ഫോർസൈറ്റ്, മാനേജീരിയൽ എബിലിറ്റി, പ്രോബ്ലം സോൾവിംഗ്, അതർ ക്വാളിറ്റീസ്. ഇങ്ങനെ പലതവണ പറഞ്ഞ് ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം ഓർമ്മയിൽ കൊണ്ടുവരിക. ഇനി നിങ്ങൾ പഠിച്ചതിന് ശേഷം ബുക്കൊക്കെ മടക്കി വെച്ചിട്ട് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ഏതെങ്കിലും കിട്ടാത്തതുണ്ട് എങ്കിൽ പിന്നീട് പുസ്തകം തുറന്ന് നോക്കി ആ പോയിൻ്റ് ഏതാണ് കിട്ടാത്തതെന്ന് കൂടി പഠിക്കുക. ഇതേ രീതിയിൽ വേണം എസ്സേ പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. 8 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് റോൾ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സാമ്പത്തിക പുരോഗതിയിൽ ഓൺട്രപ്രണർഷിപ്പിൻ്റെ പങ്കെന്താണ്?
ഇതും അതേ രീതിയിൽ ആൻസർ ചെയ്യുക. ആദ്യം ഹെഡിങ് കൊടുക്കുക, റോൾ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതിനുശേഷം ഇൻട്രഡക്ഷൻ കൊടുക്കുക, ആരാണ് ഓൺട്രപ്രണർ എന്ന് ഇൻട്രഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം ലിസ്റ്റ് ഔട്ട് ചെയ്യുക, 8 പോയിൻ്റെങ്കിലും ഉണ്ടാവണം. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓരോ പോയിൻറ്റ്സും നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. മാർജിനിൽ ക്വസ്റ്റ്യൻ നമ്പർ മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമ്മൾ ഇതുപോലെ പഠിക്കുന്ന സബ് ഹെഡിങ്ങിൻ്റെ നമ്പർ എഴുതാൻ പാടില്ല. സബ് ഹെഡിങ്ങിൻ്റെ നമ്പർ മാർജിന് വെളിയിലായിട്ട് റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പരും നമ്മുടെ സബ് ഹെഡിങ്ങിൻ്റെ നമ്പരും തമ്മിൽ മാറിപ്പോവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ശ്രദ്ധിക്കുക. പല കുട്ടികളും തെറ്റായിട്ട് ചെയ്യാറുണ്ട്. ഇനി പോയിൻറ്റ്സ് ഓരോന്ന് നോക്കാം. പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പ്രൊമോട്ട്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. പറഞ്ഞു നോക്കി. പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പ്രൊമോട്ട്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്ത 3 പോയിന്റ് നോക്കാം. റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ, വെൽത്ത് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻക്രീസ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. 6 പോയിന്റ് പഠിച്ചു. 6 പോയിന്റ് ഓർത്ത് നോക്കുക. പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പ്രൊമോട്ട്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ, വെൽത്ത് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻക്രീസ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. 6 പോയിൻ്റായി. ഇനി ബാക്കി പോയിന്റ് നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പ്രൊമോട്ട്സ് കൺട്രീസ് എക്സ്പോർട്ട് ട്രേഡ്. എന്താണ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പ്രൊമോട്ട്സ് കൺട്രീസ് എക്സ്പോർട്ട് ട്രേഡ്. ബാക്കി പോയിൻറ്റ്സ് എല്ലാം ഒന്ന് പറഞ്ഞു നോക്കുക. പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പ്രൊമോട്ട്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, reduce concentration of economic power, wealth creation and distribution, increase gross national product and per capita income, improvement of standard of living, promotes countries export trade. ഇനി ഒരു പോയിന്റും കൂടി എക്സ്ട്രാ പഠിച്ചു വയ്ക്കാം. ദി ഓൺട്രപ്രണർ ഡിസൈൻ പ്രോഡക്റ്റ് ടു അഡ്രസ് ഓൾ ദി സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ദി ഓൺട്രപ്രണർ ഡിസൈൻ പ്രോഡക്റ്റ് ടു അഡ്രസ് ദി ഓൾ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. അങ്ങനെ 9 പോയിൻ്റാണുള്ളത്. ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കുക. പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പ്രൊമോട്ട്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ, വെൽത്ത് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻക്രീസ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പ്രൊമോട്ട്സ് കൺട്രീസ് എക്സ്പോർട്ട് ട്രേഡ്. ദി ഓൺട്രപ്രണർ ഡിസൈൻ പ്രോഡക്റ്റ് ടു അഡ്രസ് ഓൾ ദി സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ഇത്രയും പോയിൻ്റാണുള്ളത്. ഏതെങ്കിലും 8 പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. പലതവണ ഓർഡറിൽ പറഞ്ഞ് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനാണ് ചലഞ്ചസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. സാധാരണ 6 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഒന്നെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാനോ മെൻഷൻ ചെയ്യാനോ റൈറ്റ് ഡൗൺ ചെയ്യാനോ ഒക്കെ ആയിട്ടാണ് ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നാമത്തത് ഹൈ റിസ്ക്. 2 നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ. 3 ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹൈ റിസ്ക്, നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. 4ാമത്തെ പോയിൻ്റാണ് ലെസ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ അക്കാഡമിക് കരിക്കുലം. എന്താണ് ലെസ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ അക്കാഡമിക് കരിക്കുലം. 5ാമത്തേതാണ് ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഹൈ റിസ്ക്, നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ലെസ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ അക്കാഡമിക് കരിക്കുലം, ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ടു സ്റ്റാർട്ട് എ ബിസിനസ്. 6ാമത്തെ പോയിൻ്റാണ് റേസിംഗ് ക്യാപിറ്റൽ. 7 സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ചേഞ്ച്. 8 ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി. എന്തൊക്കെയാണ് കണ്ടത്? റേസിംഗ് ക്യാപിറ്റൽ, സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ചേഞ്ച്, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി. ഹൈ റിസ്ക്,
നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ, lack of education and training, less importance of entrepreneurship in academic curriculum, difficult procedure to start a business, raising capital, social attitude towards change, lack of infrastructural facility, lack of technical skill. അപ്പോൾ ഇതൊക്കെയാണ് ചാലഞ്ചസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. എന്തൊക്കെയാണ് പഠിച്ചത്? ഹൈ റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ, കഴിവുള്ള തൊഴിലാളികളെ കിട്ടാത്തത്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, വിദ്യാഭ്യാസത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും അഭാവം. ലെസ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ഇൻ അക്കാഡമിക് കരിക്കുലം, പഠനകാര്യത്തിൽ ഓൺടർപ്രണർഷിപ്പിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല, ഇതൊരു പാഠ്യവിഷയമായിട്ട് ഉൾപ്പെടുത്താത്തത് ഒരു പ്രശ്നമാണ്. ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ടു സ്റ്റാർട്ട് എ ബിസിനസ് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളുടെ പ്രയാസം. ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട്, ക്യാപിറ്റൽ സമാഹരിക്കാനുള്ള പ്രയാസം. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് ചേഞ്ച്, മാറ്റത്തെ എതിർക്കുന്ന ഒരു സമൂഹം. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ അഭാവം. ലാക്ക് ഓഫ് ടെക്നിക്കൽ സ്കിൽ, യന്ത്രപരമായ കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള ബിസിനസ്സിലെ കാര്യങ്ങളിലും ഉള്ള അറിവ് കുറവും. ഇതൊക്കെയാണ് ചലഞ്ചസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. ഏതെങ്കിലുമൊക്കെ 6 പോയിൻ്റ് ഓർത്തിരുന്നാൽ മതി. അടുത്ത എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് ആൻ ഓൺടർപ്രണർ. 8 മാർക്കിന് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഒന്നെങ്കിൽ ഫങ്ഷൻസ് എല്ലാം ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻ എടുത്തു ചോദിക്കാം. അതായത് ഫങ്ഷനെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്: ഓൺടർപ്രണീറിയൽ ഫങ്ഷൻ, പ്രൊമോഷണൽ ഫങ്ഷൻ, മാനേജീരിയൽ ഫങ്ഷൻ, കൊമേഴ്സ്യൽ ഫങ്ഷൻ. ഇതിലേതെങ്കിലും വേണമെങ്കിൽ ഓൺടർപ്രണറുടെ പ്രൊമോഷണൽ ഫങ്ഷൻ ഏതാണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഫങ്ഷൻ ഏതാണെന്ന് ചോദിക്കാം, ഓൺടർപ്രണീറിയൽ ഫങ്ഷൻ ഏതാണെന്ന് ചോദിക്കാം, മാനേജീരിയൽ ഫങ്ഷൻ ഏതാണെന്ന് ചോദിക്കാം. എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. പ്രൊമോഷണൽ ഫങ്ഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം എഴുതിയാൽ മതി. പ്രൊമോഷണൽ ഫങ്ഷൻ 4 ഉണ്ട്, അത് എഴുതിയാൽ മതി. മാനേജീരിയൽ ഫങ്ഷൻ ചോദിച്ചാൽ 10 ഉണ്ട്, അത് മാത്രം എഴുതിയാൽ മതി. ഇതേ രീതിയിൽ ആൻസർ ചെയ്യുക, എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ച്. എന്നാൽ ഫങ്ഷൻസ് ഓഫ് ആൻ ഓൺടർപ്രണർ ചോദിച്ചാൽ ഏറ്റവും ചുരുക്കി ഈ 4 ഫങ്ഷനും എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം നോക്കുക, 4ആയിട്ട് തിരിക്കുന്നത് എങ്ങനെയാണ്? ഓൺടർപ്രണീറിയൽ ഫങ്ഷൻ, പ്രൊമോഷണൽ ഫങ്ഷൻ, മാനേജീരിയൽ ഫങ്ഷൻ, കൊമേഴ്സ്യൽ ഫങ്ഷൻ. ഒന്നുകൂടി പറഞ്ഞു നോക്കുക: ഓൺടർപ്രണീറിയൽ ഫങ്ഷൻ, പ്രൊമോഷണൽ ഫങ്ഷൻ, മാനേജീരിയൽ ഫങ്ഷൻ, കൊമേഴ്സ്യൽ ഫങ്ഷൻ. ഇനി ഓൺടർപ്രണീറിയൽ ഫങ്ഷൻ ഏതൊക്കെയാണ്? ഇന്നവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ്. എന്തൊക്കെയാണ് ഓൺടർപ്രണീറിയൽ ഫങ്ഷൻ? ഇന്നവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷണൽ ബിൽഡിംഗ്. ഇനി അടുത്തതാണ് പ്രൊമോഷണൽ ഫങ്ഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ ഐഡിയ, 2 ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, 3 അസംബ്ലിംഗ് ദ റിക്വയർമെൻറ്റ്സ്, 4 ഫിനാൻസിങ് ദി പ്രൊപ്പോസിഷൻ. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിംഗ് ദ റിക്വയർമെൻറ്റ്സ്, ഫിനാൻസിങ് ദി പ്രൊപ്പോസിഷൻ. ഇനി അടുത്തതാണ് മാനേജീരിയൽ ഫങ്ഷൻ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്. ഡയറക്റ്റിംഗ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഡയറക്റ്റിംഗ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. മോട്ടിവേഷൻ, കോർഡിനേഷൻ, കൺട്രോളിംഗ്, സൂപ്പർവിഷൻ. മോട്ടിവേഷൻ, കോർഡിനേഷൻ, കൺട്രോളിംഗ്, സൂപ്പർവിഷൻ. 10 ഒരിക്കൽ കൂടി നോക്കാം. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, കോർഡിനേഷൻ, കൺട്രോളിംഗ്, സൂപ്പർവിഷൻ. ഇനി അടുത്തതാണ് കൊമേഴ്സ്യൽ ഫങ്ഷൻ. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പേഴ്സണൽ, അക്കൗണ്ടിംഗ്, ഫിനാൻസ്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പേഴ്സണൽ, അക്കൗണ്ടിംഗ്, ഫിനാൻസ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓൺടർപ്രണീറിയൽ ഫങ്ഷൻ 3 എണ്ണമാണുള്ളത്. പ്രൊമോഷണൽ ഫങ്ഷൻ 4 എണ്ണം ഉണ്ട്. മാനേജീരിയൽ ഫങ്ഷൻ 10 എണ്ണം ഉണ്ട്. കൊമേഴ്സ്യൽ ഫങ്ഷൻ 5 എണ്ണം ഉണ്ട്. ഓരോന്നും പലതവണ പറഞ്ഞ് പഠിക്കുക.
6 മാർക്കിന് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് കമ്പയർ ദ മൈൻഡ് സെറ്റ് ഓഫ് ആൻ ഓൺട്രപ്രണർ ആൻഡ് ആൻ എംപ്ലോയി. ഒരു തൊഴിലാളിയുടെയും സംരംഭകൻ്റെയും മനോനിലയിലുള്ള മാറ്റങ്ങൾ. 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 6 പോയിൻ്റെങ്കിലും ഉണ്ടാവണം. ഓരോന്നും നമുക്ക് നോക്കാം. ഇത് മാച്ച് ദി ഫോളോയിങ് ഒക്കെ ആയിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. 1 വേർഡായിട്ട് ചോദിക്കാം. അതുകൊണ്ട് പോയിൻറ്റ്സ് എല്ലാം പഠിക്കാം. ഓൺട്രപ്രണർ പ്രിഫർ ഫ്രീഡം ഓവർ വർക്കിംഗ്. ഓൺട്രപ്രണർ ആഗ്രഹിക്കുന്നത് ഫ്രീഡമാണ്. എംപ്ലോയി പ്രിഫർ സേഫ് ആൻഡ് സെക്യൂർ ജോബ്. സുരക്ഷിതത്വം ആണ് ഒരു എംപ്ലോയി ആഗ്രഹിക്കുന്നത്. ഓൺട്രപ്രണർ ഫോക്കസ്ഡ് ഓൺ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം. എംപ്ലോയി കംപ്ലൈൻസ് വെന്നെവർ ഹി ഓർ ഷീ ഫേസ് എ പ്രോബ്ലം. ഒരു ഓൺട്രപ്രണർ പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എംപ്ലോയി പരാതി കൊടുക്കാനാണ് കൂടുതലും ചിന്തിക്കുന്നത്. അടുത്തത് പ്രയോറിറ്റി. ഓൺട്രപ്രണർ പ്രയോറിറ്റി കൊടുക്കുന്നത് റിസ്ക് ആൻഡ് മണിക്കാണ്. എംപ്ലോയി പ്രയോറിറ്റി കൊടുക്കുന്നത് മണി ആൻഡ് സേഫ്റ്റിക്കാണ്. റിസ്ക് ഏറ്റെടുത്തും പണം നേടാനായിട്ട് ഓൺട്രപ്രണർ ശ്രദ്ധിക്കുന്നു. അതേസമയം റിസ്ക് ഏറ്റെടുക്കാതെ സേഫായിട്ട് നിന്നുകൊണ്ട് പണം ഏൺ ചെയ്യാനാണ് എംപ്ലോയി ശ്രമിക്കുന്നത്. ഓൺട്രപ്രണർ ക്രിയേറ്റ്സ് ഓൺ പ്രൊഫൈൽ. എംപ്ലോയി ഈഗോസ്റ്റിക് വെൻ തിങ്കിങ് ഓഫ് അപ്ഡേറ്റിംഗ്. ഒരു ഓൺട്രപ്രണർ സ്വന്തം വ്യക്തിത്വം ഉയർത്തിക്കാട്ടാനായിട്ട് ശ്രമിക്കുന്നു. അതേസമയം ഈഗോസ്റ്റിക് ആകുകയാണ് ഒരു എംപ്ലോയി ചെയ്യുന്നത് അപ്ഡേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. പോയിൻറ്റ്സ് എല്ലാം ഒന്നുകൂടി നോക്കുക. ഓൺട്രപ്രണർ പ്രിഫർ ചെയ്യുന്നത് ഫ്രീഡം ഓവർ വർക്കിംഗ് ആണ്. എംപ്ലോയിയോ സേഫ് ആൻഡ് സെക്യൂർ ജോബ്. ഓൺട്രപ്രണർ ഫോക്കസ്ഡ് ഓൺ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം. എംപ്ലോയി കംപ്ലൈൻസ് വെന്നെവർ ഹി ഓർ ഷീ ഫേസ് എ പ്രോബ്ലം. ഓൺട്രപ്രണർ ഗീവ് പ്രയോറിറ്റി ടു റിസ്ക് ആൻഡ് മണി. എംപ്ലോയി ഗീവ് പ്രയോറിറ്റി ടു money and safety. Entrepreneur creates own profile. Employee egoistic when thinking of updating. അഞ്ചാമത്തെ പോയിൻ്റാണ് ഓൺട്രപ്രണർ വേക്കപ്പ് ആഫ്റ്റർ ഫെയിലിയർ. എംപ്ലോയി ബിലീവ്സ് ഇൻ ഫിയർ ഓഫ് ഫെയിലിയർ. ഓൺട്രപ്രണർ ഉയർത്തെഴുന്നേൽക്കുന്നു പരാജയം ഉണ്ടാകുമ്പോൾ. അതേസമയം എംപ്ലോയി പരാജയത്തെ വിശ്വസിക്കുന്ന ആളാണ്, ഭയക്കുന്ന ആളാണ്. ഓൺട്രപ്രണർ വേക്കപ്പ് ആഫ്റ്റർ ഫെയിലിയർ. എംപ്ലോയി ബിലീവ്സ് ഇൻ ഫിയർ ഓഫ് ഫെയിലിയർ. ഓൺട്രപ്രണർ വർക്ക് പാഷനേറ്റ്ലി. എംപ്ലോയി അസൈൻ ടാസ്ക് ആസ് എ പാർട്ട് ഓഫ് ഹിസ് ഓർ ഹെർ ഡ്യൂട്ടി. ഇഷ്ടത്തോടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഓൺട്രപ്രണർ. അതേസമയം തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ഇഷ്ടത്തോടെ ചെയ്യുന്ന ആളാണ് എംപ്ലോയി. ഓൺട്രപ്രണർ വർക്ക് പാഷനേറ്റ്ലി. എംപ്ലോയി അസൈൻ ടാസ്ക് ആസ് എ പാർട്ട് ഓഫ് ഹിസ് ഓർ ഹെർ ഡ്യൂട്ടി. ഓൺട്രപ്രണർ ഓൾവേസ് റെഡി ടു ടേക്ക് റിസ്ക്. എംപ്ലോയി ഡസ് നോട്ട് അണ്ടർടേക്ക് എനി റിസ്ക്. ഓൺട്രപ്രണർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. അതേസമയം എംപ്ലോയി ഒരിക്കലും തയ്യാറാകത്തില്ല. ഓൺട്രപ്രണർ ഹൈലി അംബീഷ്യസ്. എംപ്ലോയി ആവറേജ് അംബീഷൻ ആൻഡ് ബിലീവ്സ് ഇൻ ലിമിറ്റഡ് സാലറി. എന്താണ്? ഓൺട്രപ്രണറിന് അംബീഷൻ കൂടുതലായിരിക്കും. അതേസമയം ആവറേജ് അംബീഷൻ മാത്രമേ ഒരു എംപ്ലോയിക്ക് കാണാറുള്ളൂ. ഒരിക്കൽ കൂടി നോക്കുക. ഓൺട്രപ്രണർ വേക്കപ്പ് ആഫ്റ്റർ ഫെയിലിയർ. എംപ്ലോയി ബിലീവ്സ് ഇൻ ഫിയർ ഓഫ് ഫെയിലിയർ. ഓൺട്രപ്രണർ വർക്ക് പാഷനേറ്റ്ലി. Employee assign task as a part of his or her duty. Entrepreneur always ready to take risk. Employee does not undertake any risk. Entrepreneur highly ambitious. Employee average ambition and believes in limited salary. ഇപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണുള്ളത് മൈൻഡ് സെറ്റ് ഓഫ് ഓൺട്രപ്രണറും മൈൻഡ് സെറ്റ് ഓഫ് എംപ്ലോയിയും തമ്മിൽ. പഠിക്കുക. 6 പോയിൻ്റാണ് മെയിനായിട്ടും ചോദിക്കാറ്. പക്ഷെ നിങ്ങൾ എല്ലാ പോയിൻറ്റും പഠിക്കണം. ഈ ഒരു വീഡിയോയിൽ ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എക്സ്പ്ലനേഷനും കൂടി എഴുതി വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റ് VHSC കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം.
നിങ്ങൾ പലതവണ ഈ വീഡിയോ ആവർത്തിച്ച് കേട്ടിട്ട് പോയിൻറ്റ്സൊക്കെ ഓർമ്മയിൽ വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ ചാപ്റ്റർ 2 ആണ്. ഓൺട്രപ്രണീറിയൽ കോമ്പീറ്റൻസിയെ കുറിച്ചിട്ടുള്ള ചാപ്റ്ററാണ്. അടുത്ത വീഡിയോയിൽ കാണാം.